ഹലോ പ്ലസ് ടു സ്റ്റുഡൻസ്, നിങ്ങൾ 2025 കാണാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണിത്. നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ ഫൈനൽ എക്സാമിൻ്റെ വെയിറ്റേജ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിനോടൊപ്പം നിങ്ങൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് അവിടെ ഞാൻ പറയുന്നതായിരിക്കും. ഫുൾ വീഡിയോ കാണാൻ മറക്കരുത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ് ചാനലുണ്ട്, അതൊന്നും ചെയ്യാൻ മറക്കരുത്. കാരണം ഫൈനൽ ടൈമാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ വെയിറ്റേജ് ഞാൻ പറഞ്ഞാൽ ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചാടിക്കരുത് ബൈ ഹാർട്ട് പിടിച്ചിട്ട് ഇതന്നെ പോയി ഉപയോഗിക്കരുത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പറഞ്ഞുതരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാനുള്ള എല്ലാ സ്റ്റുഡൻറ്റും ഉപയോഗിക്കുന്ന ഒരു ചെറിയ തെറ്റ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മളെന്താ വെയിറ്റേജ് നേർന്നു ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഇത്ര വെയിറ്റേജ്. ഇതിൽ ചെറിയൊരു സംഭവമുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഇത്രയും വെയിറ്റില്ല. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. ഇത് രണ്ടും എപ്പോഴും ഒരു പാക്കേജ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ 16 കൂട്ടുക. ഓക്കെ, ഇൻ്റഗ്രൽസ് ഇതും കൂടി എനിക്ക് വന്നാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കഴിഞ്ഞ വർഷത്തിൽ 6. ഇവിടെ നമുക്കൊരു 8 അല്ലെങ്കിൽ 10 പ്രതീക്ഷിക്കും. ഓക്കെ, ഞാൻ 10 പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ വർഷത്തെ വെച്ച് നോക്കും. ബാക്കി ഏകദേശം നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെയാണ്. മീട്രിസീസും ഡിറ്റർമിനൻസും അത് ഒരുമിച്ചായിട്ട് നിങ്ങൾ കരുതണം 15-16 മാർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കൂട്ടേണ്ടത്. കാരണം ബ്രാഞ്ചസ് ഓഫ് മാത്തമാറ്റിക്സ് അത്. ഓക്കെ, ഇത് ആൽജിബ്രയിൽ നമ്മുടെ ലീനിയർ ആൽജിബ്ര വരും, ഇത് നമ്മുടെ ഡിഫറൻസിയേഷൻ, ഇത് നമ്മുടെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്ടറും 3D ഇതാ വീണ്ടും. ഓക്കെ, ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം, പക്ഷെ ഇങ്ങനെയായിട്ട് കൂട്ടണം. ഓക്കെ, പിന്നെ എൽ പി പി എല്ലാവരും മാർക്ക് മേടിച്ചോണം. ഓക്കെ, അല്ലെങ്കിൽ മോശമാണ് സത്യം പറയാം. നിങ്ങൾ എൽ പി പി ഫുൾ മാർക്ക് മേടിക്കണം. ഓക്കെ, അപ്പോൾ എൽ പി പി ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാം. റിലേഷൻ ഫംഗ്ഷൻ ഫുൾ മാർക്ക് സിമ്പിളായിട്ട് മേടിക്കാം. മാട്രിക്സും ഫുൾ മാർക്ക് സിമ്പിളായിട്ട് മേടിക്കാം. ഓക്കെ, ആർക്കും എപ്പോഴും ഫസ്റ്റ് ഇത് പഠിച്ച് തീർന്നിട്ട് ബാക്കി പഠിച്ചാൽ മതി. ഓക്കെ, പ്രോബിലിറ്റി പ്ലസ് 2ലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം നിർബന്ധിക്കില്ല. ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിറ്റർമിനൻസും അത്യാവശ്യം സിമ്പിളാണ്. ഞാൻ അത്യാവശ്യം സിമ്പിളായ എല്ലാ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മാർക്ക് തരാം. ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാൽ തന്നെ പാസ്സാകാൻ വേണ്ടിയുള്ള 7 ഓക്കെ, ഇവിടെ എത്ര 6, അപ്പോൾ തന്നെ എത്ര 20 മാർക്ക് പാസ്സാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഏകദേശമായി. പക്ഷേ അതെല്ലാം നമ്മുടെ എയിം. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി ഈ ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ടാ, നമുക്ക് 13 ചാപ്റ്റർ ഉണ്ട്, 13 ദിവസം അല്ലെങ്കിൽ 16 ദിവസം എടുത്ത് പഠിക്കുക. അപ്പോൾ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ എന്ന് വിചാരിക്കും. 5-6 ഹാപ്പി ആയിട്ട് നിങ്ങൾ പഠിക്കും. പിന്നെ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടും. കാരണം എന്താ, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 2 ദിവസം ചിലപ്പോൾ 3 ദിവസമൊക്കെ എടുക്കും. ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് തീർക്കും. അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ കഷ്ടപ്പെട്ട് തീർക്കും. അതിനെക്കാട്ടും ഭേദം നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഒന്നെങ്കിൽ. കാരണം എന്താ, നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് ഇതൊക്കെ നിങ്ങൾ ഓണം എക്സാമിനൊക്കെ പഠിച്ച ചാപ്റ്റേഴ്സാണ്. വീണ്ടും റിവൈസിനൊക്കെ ഇത് പഠിക്കുക. കാരണം ഇവിടെയും മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഇൻ്റഗ്രൽസ് റിലേഷൻ പഠിക്കും, ഇത് പഠിക്കുന്നു. അപ്പോൾ ടഫ് ഈസി അങ്ങനെ പഠിക്കാം. അപ്പോൾ നിങ്ങളൊരു ബാലൻസിൽ പഠിക്കുക. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ആ മിസ്റ്റേക്ക് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഈസി ചാപ്റ്റേഴ്സ് എല്ലാം വീണ്ടും പഠിച്ച് 6 ചാപ്റ്റർ കഴിഞ്ഞ് കുറച്ചുകൂടി അത് ആലോചിക്കരുത്. ഇതെല്ലാവർക്കും ഈസിയാണ്. ഓക്കെ, ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന എക്സാം മക്കളെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയാൽ പ്രോപ്പറായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഹാർഡ് വർക്ക് ചെയ്യുന്നതിലല്ല ഇമ്പോർട്ടൻറ്റ്, സ്മാർട്ട് വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെഡി? ഇത് നിങ്ങൾ അടിച്ചു. പിന്നെ മക്കളെ നിങ്ങൾക്ക് പ്ലസ് 2 നമ്മുടെ എക്സാമിനറിൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണം. സാറേ ഇന്നിപ്പോൾ ഇൻ്റഗ്രൽസിൻ്റെ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ ഇൻ്റഗ്രൽസിൻ്റെ ഷോർട്ട് നോട്ട്സും കൂടി കിട്ടുന്ന ആലോചിച്ച് നോക്കുക. എല്ലാ ഫോർമുലയും ഒരു പേജിൽ അത് പഠിച്ചാൽ കഴിഞ്ഞു. ഓക്കെ, ഏത് ക്വസ്റ്റൻ എവിടെ നിന്ന് ചെയ്യണമെന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സിൻ്റെ എല്ലാ സബ്ജക്ട്സിൻ്റെ എല്ലാ സംഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനെക്കാളും കൂടുതലുള്ള എല്ലാം PYQs ഉണ്ട്, അനാലിസിസ് വീഡിയോ ഉണ്ട്, അതേപോലെ 1 ഷോട്ട് എല്ലാം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്നാണ് പ്രോപ്പറായിട്ട് പോയിരുന്നിട്ട് ഈ ഷോർട്ട് നോട്ട്സ് എങ്കിലും മിനിമം ഉപയോഗിക്കുക. ആവശ്യത്തിന് PYQ നിങ്ങൾ 1 ഷോട്ടും കാണാം, ഫുൾ മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, പിന്നെ ബാച്ചിൽ ഓൾറെഡി പ്ലസ് 2 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, 50% നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ കാര്യം മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ക്രാഷിൻ്റെ കാര്യങ്ങൾ ഓക്കെ, നീറ്റോ കീമോ ക്രാഷിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിലും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഹാപ്പിനെസ് കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ മക്കൾ ഇവിടെ ഓർഗാനിക്കിൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതന്നെ പ്രതീക്ഷിച്ച് പോരുത്. ആൽഡിഹൈഡ്സും കാർബോക്സിലേഷൻ 20 ആയിരിക്കില്ല, കുറച്ച് എനിക്കൊന്ന് മാറിപ്പോയതായിരിക്കും. എല്ലാത്തിലും കൂടി കൂട്ടുമ്പോൾ ഇത്ര മാർക്ക് കൂട്ടിയാൽ മതി. പിന്നെ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ്. ഓർഗാനിക്കൊക്കെ അടിപൊളിയായിട്ട് 2-3 പ്രാവശ്യം ഇരുന്ന് പഠിച്ച സെറ്റ് ആവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. ബയോമോളിക്യൂൾസ് ഒക്കെ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അമീൻസ് കുഞ്ഞ് ചാപ്റ്ററാണ്. ഇതാണ് 3 മെയിൻ സംഭവങ്ങൾ. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുമോ, ഞാനും പഠിച്ചതല്ലേ, എനിക്കറിയാം. ഓക്കെ, അടിപൊളിയായിട്ട് പഠിച്ചെടുക്കുക. കോർഡിനേഷനൊക്കെ നല്ല മാർക്കുണ്ട്, അടിപൊളിയായിട്ട് പഠിച്ചു തരിക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ, എന്നാലേ തീരുള്ളൂ. ബോട്ടണിയിലേക്ക് വരുമ്പോൾ ഈ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് എക്സെപ്റ്റ് ഫോർ ഇക്കോസിസ്റ്റം മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക. ഇനി സുവോളജിയിലേക്ക് വരുമ്പോൾ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു, നല്ല മാർക്ക് വരുന്നുണ്ട്. ഇതിൽ ആദ്യത്തൊക്കെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തൊക്കെ ഞാൻ വന്നിട്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ബയോഡൈവേഴ്സിറ്റി മൈക്രോബ്സിലെ കുറച്ച് കുറവാണ്, അതിനനുസരിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ അത് നോക്കിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, പ്ലസ് 2 CS ലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. വെബ് ടെക്നോളജി നല്ല മാർക്ക്, നന്നായിട്ട് അങ്ങ് പഠിക്കുക. വെബ് ടെക്നോളജി HTML ഒക്കെ വളരെ സിമ്പിൾ സാധനം പറ്റും. ഓക്കെ, അപ്പോൾ
ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. വെബ് ഹോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ICT ആൻഡ് സൊസൈറ്റി ഓക്കെ അതും പഠിക്കുക. മാർക്ക് കൂടിയ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. പിന്നെ പ്രാക്ടിക്കൽസൊക്കെ നിങ്ങൾ ഇരുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരാവുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. +2 CS ക്ലാസ് ഇവിടെ ഉണ്ട്, അത് കാണാൻ മറക്കണ്ട. അപ്പോൾ ഇങ്ങനെ എല്ലാ സബ്ജക്ട്സ് എക്സെപ്റ്റ് ഫോർ ഫിസിക്സ്, നമ്മുടെ ഫിസിക്സ് ചേട്ടൻ അവിടെ പോയി ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും EM waves ഒക്കെ ഒരു മാർക്കുള്ള EM waves വളരെ ചെറിയ ചാപ്റ്റർ, അതുകൊണ്ട് തന്നെ ഓക്കെ. റേ ഓപ്റ്റിക്സും വേവ് ഓപ്റ്റിക്സും ഇതാ ഒരേപോലെ 2 ചാപ്റ്റർ അടിപൊളിയായിട്ട് ഒരു ബ്രാഞ്ചായിട്ട് അങ്ങ് പഠിക്കുക. ഡുവൽ നേച്ചർ സിമ്പിൾ ചാപ്റ്റർ ഇതാ നിങ്ങൾക്ക് സിമ്പിൾ ചാപ്റ്റേഴ്സ് അലൻ സാറിൻ്റെ അഭിപ്രായത്തിലുള്ള ഞാൻ പഠിച്ചപ്പോൾ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. EM waves സിമ്പിളാണ്, നിങ്ങൾ ഡുവൽ നേച്ചർ സിമ്പിൾ, ആറ്റം ന്യൂക്ലിയർ സിമ്പിളാണ്, സെമി കണ്ടക്ടറും അത്യാവശ്യം സിമ്പിൾ, കുറച്ച് കുറേ പഠിക്കാനുണ്ടെന്നുള്ളൂ, സിമ്പിളാണ് പക്ഷെ പഠിക്കാനുണ്ട് ഓക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല സിമ്പിളാണ് ഓക്കെ. പിന്നെ മാഗ്നറ്റിസം മാറ്റർ സിമ്പിളാണ് ഓക്കെ. EMI സിമ്പിൾ, ഇതൊക്കെ സിമ്പിൾ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് എക്സെപ്റ്റ് ഫോർ ഈ സാധനം. ഇത് ഞാൻ ടിക്ക് ഇടുന്നില്ല, അലക്സ് സാർ ചിലപ്പം പറയും ചെറുതല്ലാന്ന്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കട്ടെ. എനിക്ക് ഇപ്പോഴും അന്ന് +2 പഠിച്ച ഓർമ്മയുണ്ട് ഓക്കെ. ഇരുന്ന് കഷ്ടപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഫുള്ളങ്ങ് പഠിക്കുക. നിങ്ങളെന്നാൽ ഇന്ന് അത്ര കഷ്ടപ്പെടേണ്ട, നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും. പിന്നെ അതൊന്നല്ല, നിങ്ങൾ പൈസ കൊടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റില്ലാത്ത അവസ്ഥയാണ്, നിങ്ങൾക്ക് എന്താ യൂട്യൂബിൽ എക്സാമിനർ ക്ലാസ്സിൽ എക്സാമിനർ ഉണ്ടാവും കൂടെ ഓക്കെ. അടിപൊളിയായിട്ട് പഠിക്കുക ഓക്കെ. പോയിന്റ് ചാർജ് ഇത്രയും മാർക്ക് അടിപൊളി ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് കിട്ടി, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ കിട്ടി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് വന്ന് കാണാം. മോഡൽ എക്സാം തന്നെ അടിപൊളിയായിട്ട് ചെയ്യുക. ഇപ്പോഴെങ്കിലും നിങ്ങളൊരു കാര്യം തീരുമാനിക്കണം മക്കളെ, നിങ്ങളുടെ ഫുൾ മാർക്ക് ഓക്കെ, ഫുൾ മാർക്ക് അഥവാ ഫുൾ A+ ഓക്കെ, ഈ ജേണി ഓക്കെ, നിങ്ങൾ ആ ഫുൾ മാർക്കും ഫുൾ A+ ജേണി സ്റ്റാർട്ട് ചെയ്തു നിങ്ങളൊന്ന് തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ട് കമൻസിൽ എഴുതുക ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ ജേണി സ്റ്റാർട്ട് ചെയ്തു എന്ന്. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാനൊരു മടി അല്ലെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ അപ്പോൾ തീരുമാനിക്കാം, നിങ്ങൾക്ക് അത്രയും കൂടി ധൈര്യം എന്ന് ആലോചിക്കുക ഓക്കെ. ഓപ്പണായിട്ട് ചാലഞ്ച് ചെയ്യുക നിങ്ങളെ തന്നെ, ഞാൻ ഫുൾ A+ മേടിക്കുന്നുണ്ട്, അത് കമൻസിലൊക്കെ അറിയിക്കുക. അപ്പം ഫുൾ A+ മേടിക്കാൻ വന്ന കുട്ടി അവൻ കമൻറ്റ് ചെയ്യും, അവനടുത്ത് വന്നിട്ട് 3 മാസം കഴിയുമ്പോൾ ഒന്ന് കാണിച്ചു തരും എന്നെ, സാർ ഞാൻ കമൻറ്റ് ചെയ്തു മേടിച്ചു. അങ്ങനെ ധൈര്യം ഉണ്ടാവണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.